സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, ഇനി തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. പ്രചാരണമെല്ലാം തന്നെ ചൂടുപിടിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വളരെയധികം ചർച്ചയാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളുടെ വോട്ട് ഇത്തവണ ആർക്കായിരിക്കും എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട മീഡിയ വണ്ണാണ് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോ ആയി എടുത്ത് കൃത്യമായി ഇവിടെ എത്ര മുസ്ലിം വോട്ടുണ്ട്, ഇവിടെ ആർക്കായിരിക്കും ഒരു വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മുസ്ലിം സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ വളരെ വിശദമായി ഇവരുടെ വോട്ട് എങ്ങോട്ടേക്കാണ് പോകാനായിട്ടുള്ള സാധ്യതയുള്ളത്, എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള രീതിയിൽ അവരൊരു അനാലിസിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പല നേതാക്കന്മാരും മതമാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്, അത് വിട്ടൊരു കളിയുമില്ല. 10 വർഷം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്വം തിരിച്ചു പിടിക്കാനാണ് ഇത്തവണ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഇത്തവണ മുസ്ലിങ്ങളുടെ വോട്ട് ഇത്ര മണ്ഡലങ്ങളിൽ, അതായത് 22 മണ്ഡലങ്ങളാണെന്ന് തോന്നുന്നു, അവിടെ മറ്റൊരു വോട്ടില്ലാതെ ഇവർക്ക് ജയിക്കാനായിട്ട് ഈ വോട്ട് മാത്രം മതി ജയിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പച്ചയ്ക്ക് പല ആൾക്കാരും വർഗീയത ഇങ്ങനെ പറഞ്ഞ് പടർത്തി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ഹിന്ദു MLA എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതായത് രണ്ടുപേര് പൊരി വെയിലത്ത് നിൽക്കുന്നു, അത് ഒരാൾക്ക് കൊണ്ട് സർബത്ത് കൊടുക്കുന്നു, വേറൊരാള് എനിക്ക് കൂടെ സർബത്ത് തന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർഗീയതയായി. ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത്തവണ ഇവരുടെ വോട്ട് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഈ ചർച്ചകളൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ പ്രകടമായി തന്നെ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനം മറന്നേക്ക് പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിലെല്ലാവരും ഉണ്ട്, മാധ്യമങ്ങൾ അടക്കം അതിനെ വലിയ രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല. SDP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിക്ക് എന്ത് നിലപാടാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അവർ എറണാകുളം തൊട്ട് തെക്കോട്ട് LDF-നും എറണാകുളം തൊട്ട് വടക്കോട്ട് UDF-നും പിന്തുണ കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. കുമ്പിടിയാണ്. ഒരേ സമയം തന്നെ രണ്ടിടത്തുമുണ്ട്. ഇനി തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. കാരണം DMK മുന്നണിയിൽ കോൺഗ്രസും ഉണ്ട്, CPM ഉണ്ട്, SDP ഉണ്ട്, മുസ്ലിം ലീഗും ഉണ്ട്. അവിടെ വലിയ ആശ്വാസമാണ്. ഒന്നിച്ചൊറ്റടുത്ത് നിന്നാൽ മതിയല്ലോ. എല്ലാവരും ഒരു കൊടിയുടെ കീഴിൽ അണിനിരന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിൽ വരുമ്പോൾ രണ്ടായിട്ടാണത്. എറണാകുളം തൊട്ട് തെക്കോട്ട് LDF-ന്, വടക്കോട്ട് ഇത്. ഒപ്പം തന്നെ PDP LDF-ന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്തുണ കൊടുക്കുക എന്ന് മാത്രമല്ല, ഇവർ വളരെ പരസ്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയുന്നത്, ഞങ്ങൾ ഇപ്രാവശ്യം ഭരണം പിടിക്കുന്നത് 10 വർഷമായിട്ട് ഞങ്ങൾ ഈ ഭരണത്തിൽ നിന്ന് മാറി, അതുകൊണ്ട് അതിന്റെ മുതലും പലിശയും ചേർത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭരണത്തിൽ കയറുന്നത് അവർ പറയുന്നു. എന്നാൽ SDP-യുടെ പിന്തുണ അല്ലാതെ ശിവൻകുട്ടി അടക്കമുള്ള ഒരു നിയമത്തെ മത്സരിക്കുകയും ചെയ്യുന്നത്. ശിവൻകുട്ടി പറഞ്ഞ് ഞങ്ങൾ ആരുടെയും പിന്തുണ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഈ ഇസ്ലാമിക പൊളിറ്റിക്സ് ചർച്ചയായി വരുന്നത്. ധനുഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF അനുകൂലമായിട്ട് തന്നെ ആയിരുന്നു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് അവര് പ്ലാൻ ചെയ്തിരുന്നു. വലിയ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയിരുന്നു എന്നുള്ളത്. അതിനകത്ത് ഈ PDP SDP മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല. അവർക്കൊക്കെ എത്ര വോട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. 1000 വോട്ടൊക്കെയാണ് അവർക്ക് ഹയസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതൊക്കെ. അപ്പോ ഈ പാർട്ടികളുടെ പിന്തുണ LDF-നാണ് പോകുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ രീതിയിൽ തന്നെ മുസ്ലിം പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം മതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ പരസ്യമായിട്ട് മുമ്പോട്ട് പോവുകയും, ഗുരുവായൂർ ഒരു ഹിന്ദു MLA വേണ്ടേ, ഇതുവരെ ഒരു ഹിന്ദുവിനെ അവിടെ നിർത്തിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നു, മഞ്ചേശ്വരം നോക്കൂ, അവിടെ 76,000 ഹിന്ദുക്കളേ ഉള്ളൂ, 1.25 ലക്ഷം മുസ്ലിം വോട്ടുണ്ട്, അവിടെ എങ്ങനെയാണ് സുരേന്ദ്രൻ ജയിക്കുക? അന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മണ്ഡലങ്ങളിലെയും സമുദായത്തിന്റെ കണക്കാണ് ഇവർ നിരത്തുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എന്താകും സംഭവിക്കുക? വടക്ക് കൊണ്ട് മാത്രം കേരളം ഭരിക്കാൻ പറ്റില്ല, തെക്കും മധ്യ കേരളവും കൂടി ഉണ്ടല്ലോ അവിടെ. ഈ മധ്യ കേരളത്തിലും തെക്കുള്ള ക്രിസ്ത്യൻസും ഹിന്ദുവും അതേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുക? ഈ കേരളത്തിൽ ആർക്കെങ്കിലും നേരെ ഭരിക്കാൻ കഴിയുമോ? കാരണം ഈ സീറ്റുകൾ 140 സീറ്റിൽ 72 സീറ്റ് കിട്ടണമല്ലോ. ഈ 72 സീറ്റിൽ ബാക്കി സീറ്റ് എവിടുന്ന് കൊണ്ടുവരും എന്നുള്ളതാണ്. എന്തായാലും വടക്കൻ കേരളത്തിൽ എല്ലായിടവും ജയിച്ചു കയറാൻ ഒരു സമുദായത്തിന് കഴിയില്ല. തെക്കൻ കേരളത്തിലും ഒരു സമുദായത്തിന് എല്ലാ ഇതും ജയിച്ചു കയറാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതായ വിവരം, ഇന്നും ഹിന്ദുക്കൾക്ക് ഒരു 90-92 മണ്ഡലങ്ങൾ കേരളത്തിൽ അവർ നിർണായകം തന്നെയാണ്. ആ മണ്ഡലങ്ങളിൽ അവർ വിചാരിച്ചാൽ മാത്രം എന്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഹിന്ദുക്കൾക്ക് ഒരു ഐക്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു വ്യക്തത എല്ലാവർക്കും അറിയാം. കാരണം മതേതരത്വം ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു ചാപ്പയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾ മാത്രം പറയേണ്ടതും അനുസരിക്കേണ്ടതുമായ ഒരു നിയമമാണ്, തിട്ടൂരമാണ്. ഇതാണ്. അതുകൊണ്ട് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയരുത്, വർഗീയത. അത് മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ. അപ്പൊ മറ്റവർ അങ്ങനെ പറയുന്നത് അവർക്ക് പറയാം.
അതാണ് തികഞ്ഞ മതേതരത്വം എന്ന് പറയുന്നതാണ്. അപ്പൊ ഏതായാലും ഇത് വളരെ പ്രകടമായി തന്നെ മുൻപോട്ട് വരുന്നു. പക്ഷെ ഇതിന്റെ ഒരു ആത്യന്തിക ഫലം എന്ത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇങ്ങനെയുള്ള ശക്തികളുടെ പിന്തുണ വാങ്ങിക്കൊണ്ട് UDF ആയാലും LDF ആയാലും അധികാരത്തിലേറിയാൽ എന്താകും സംഭവിക്കുക? ഇവിടെയുള്ള മറ്റ് വിഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന ദുരനുഭവം എന്തായിരിക്കും? അവർക്ക് എങ്ങനെയാണ് ഭരിക്കാൻ കഴിയുന്നത്? മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ കയറുന്നത്, ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുതലും പലിശം ചേർത്ത് എടുക്കുമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഈ UDF-നെ അധികാരത്തിൽ ഏറ്റുന്നവരായാലും LDF-നെ അധികാരത്തിൽ ഏറ്റുന്നവരായാലും ഞരങ്ങാൻ പോലും പറ്റില്ല. കരയുന്നത് പോട്ടെ, രണ്ടാമത്തെ കാര്യം ഒന്ന് ഞരങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത്. അതായത് UDF-നെ LDF-നെ അധികാരത്തിലേറ്റ് ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, UDF-ഉം LDF-ഉം ഇതിനകത്ത് ആരധികാരത്തിൽ വന്നാലും ഇവിടെ ഒരു UDF വന്നു കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടി പ്രകടമാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ സർവ്വഭീതിജനകമായ രൂപങ്ങളും പുറത്തെടുത്തുകൊണ്ട് ഒരു താണ്ഡവം തന്നെ കേരളത്തിൽ ഒരുപക്ഷെ നടത്തിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അവരെ സംബന്ധിച്ച് അവര് ഇപ്പോൾ മാളത്തിലാണ് ഇരിക്കുന്നത്. ആ മാളത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ ഒരു പവർ കാണിക്കാൻ കിട്ടുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് SDP മത്സരിക്കാതെ മാറുന്നത്. കാരണം SDP മത്സരിച്ചാൽ അവരുടെ പൂച്ച് പുറത്താകും, എത്ര വോട്ട് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് അവർ പിന്നിൽ നിന്നിട്ട് ഞങ്ങളാണ് ഇവരെ ജയിപ്പിച്ചത് എന്ന് പറയുന്നത് പിൻവലിച്ചു. അപ്പം ഇവരുടെ പൂച്ച പുറത്താകും. അതുകൊണ്ട് ഇവർ മത്സരിക്കുന്നില്ല. പകരം പറയുന്നത് ഞങ്ങളാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. അപ്പോൾ എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കണ്ടേ? ഈ ഫേവർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പഴയ ആ കുന്തിരിക്കക്കാലവും അവലും മലരിന്റെ കാലവും തിരിച്ചു വരില്ല എന്ന് എങ്ങനെ അറിയാം? ഇപ്പോൾ തന്നെ അതിന്റെ ഭീഭത്സമായ രൂപം പലതും നമ്മൾ കണ്ടതാണ്. നമ്മൾ കണ്ട മറ്റൊരു വലിയ കാര്യമുണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ണൂര് മുസ്ലിം ലീഗുകാർ CPM-മാരെ ഓടിച്ചിട്ടടിക്കുന്ന കാഴ്ച കണ്ടു. CPM-മാരെ അടിമേടിച്ചിട്ട് പറഞ്ഞത് മതേതരത്വം ജയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ നമ്മുടെ ആറ്റിങ്ങില് SDP-ക്കാരുടെ അടിമേടിച്ച് മെഴുകിയ CPM-മാർക്ക് SDP എന്ന് പറയാൻ പോലും ഭയമായിരുന്നു പ്രകടനം നടത്തുമ്പോൾ. ഗുണ്ടകളെന്നും സാമൂഹ്യ വിരുദ്ധരെന്നൊക്കെയാണ് ആ പ്രകടനത്തിൽ അവർ മുഴക്കിയ മുദ്രാവാക്യം. അവരുടെ ബാനറിൽ പോലും ആരാണ് അവരെ ആക്രമിച്ചതെന്ന് പറയുന്നില്ല. അതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കാരണം ഇത്രത്തോളം പരസ്യമായി വർഗീയത പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ് ഇടതും വലതും. അതുപോലെ തന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൽപ്പെട്ട എല്ലാ സംഘടനകളും അത്തരത്തിലേക്ക് വരികയാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ധനുഷ്, എത്രയോ ഹൈന്ദവ സംഘടനകൾ ഈ കേരളത്തിലുണ്ട്, ക്രൈസ്തവ സംഘടനകൾ ഈ കേരളത്തിലുണ്ട്. അവരാരെങ്കിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദു എന്നും മതേതരനെന്നും പറഞ്ഞ് നിൽക്കാനുള്ള ഒരു ഭാഗത്താണ് കേരളത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാലോ ചന്ദനക്കുറി തൊട്ടാ കഴിഞ്ഞാലോ അവൻ വർഗീയതയായി മാറുന്ന ഒരു പിക്ചർ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു വെച്ചിട്ടുണ്ട്. ആ പിക്ചറിൽ നിന്ന് ഇതുവരെ അവർക്കത് മാറാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അവരുടെ കർമ്മഫലം എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം അത് അനുഭവിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഇത് ചിന്തിക്കുന്നവരാണെങ്കിൽ ഇപ്പുറത്തെ ഒരു പോളറൈസേഷൻ ഉണ്ടാകുകയാണെങ്കിൽ, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഫലം മറ്റൊന്നായി മാറി പറയും. കുറഞ്ഞ പക്ഷം തിരുവനന്തപുരത്തും തെക്കൻ മേഖലയിലും അതിന്റെ ഒരു പ്രതിഫലം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ ഫലം മാറി വരും. ഏതായാലും ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരള പൊളിറ്റിക്സ് പോകുന്നത്. പ്രബുദ്ധരാണെന്ന് പറയും, വിദ്യാസമ്പന്നരാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വികസനം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പകരം മതം ആണ് ചർച്ച, ജാതിയുമല്ല മതമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രീതിയിലും ഇവിടുത്തെ ഇപ്പം ഈ പാമ്പും തേളും പഴുതാരയും എല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു സൈഡിൽ. BJP-ക്ക് എതിരാണ് അല്ല പൊതുവെ. കാരണം BJP വർഗീയതയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇന്ത്യയിലെ 3 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാര് സംഭാവന ചെയ്ത പാർട്ടിയാണ് BJP. 3 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ BJP-ക്ക് ഉണ്ട്. ഈ ഇടവനും പലതിനും എവിടെങ്കിലും ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടോ? അതുപോലെ ഏറ്റവും കൂടുതൽ MLA-മാരും MP-മാരും ക്രിസ്ത്യാനികളുള്ളത് BJP-യിലാണ്. ഈ കോൺഗ്രസിനോ LDF-നോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്കോ കേരളത്തിലെ ഇന്ത്യ മുന്നണികൾക്ക് എവിടെയെങ്കിലും ഉണ്ടോ? അത്രേ 34 പേരെ കണ്ടേ ഉള്ളൂ എല്ലാം ടോട്ടലി ഉള്ളത് അവർക്ക്. അപ്പം ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഇവിടെ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തില് ഒരു MP പോലും ഇല്ലാഞ്ഞിട്ടും വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ MP-മാരില്ലാഞ്ഞിട്ടും കണ്ണന്താനത്തെ മന്ത്രിയാക്കിയതാണ് ഈ BJP-ക്കാര്. ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതാണ് ഈ BJP-ക്കാര്. അവർക്ക് ആരെന്തുരുട്ടി കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ അവർ മന്ത്രിയാക്കിയത്? അവർക്ക് അങ്ങനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സബ്കാ വികാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താറുമുണ്ട്. അപ്പോ അത് പോട്ടെ, അത് ഇലക്ഷന്റെ മറ്റൊരു കാര്യം. പക്ഷെ ഇവിടെ ഈ പച്ചയ്ക്ക് വർഗീയതയും പറഞ്ഞ് മുമ്പോട്ട് വെത്തുമ്പോൾ സ്വാഭാവികമായി തന്നെ കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ കാലാകാലങ്ങളിൽ ഈ തിക്തഫലം അനുഭവിക്കുന്നവർ ഒന്നിച്ചു നിൽക്കുമ്പോഴാണല്ലോ പലയിടത്തും അത്ഭുതങ്ങൾ സംഭവിക്കാറുള്ളത്. മറ്റു പല സംസ്ഥാനത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ കാലാകാലങ്ങളിൽ ഈ അടിമജീവിതം മടുത്തു, ഈ അടിമജീവിതം എന്ന് പറഞ്ഞ് അവർ ഈ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് ഒന്നാകണമെന്ന് പറയുന്നിടത്താണ് ആ വിജയം ഉണ്ടാകുന്നത്.
അവിടെയാണ് പല സംസ്ഥാനങ്ങളിലും ഈ BJP കണക്കുള്ള പാർട്ടിയുടെ അധികാരത്തിലേറുന്നത്. BJP അധികാരത്തിൽ ഏറിയ UP അവരിപ്പം 3ാം ടേമാണ്, 2ാം ടേമിലേക്ക് കടന്നിരിക്കുക, തീരാറായി. അവിടെ ഭരിക്കുന്നു. അവിടെ ഏതെങ്കിലും സമുദായത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മധ്യപ്രദേശിലുണ്ടോ, രാജസ്ഥാനിലുണ്ടോ, ഗോവയിലുണ്ടോ, മണിപ്പൂരുണ്ടോ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടോ? 20 സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുന്നുണ്ട് NDA മുന്നണി. അവിടെ അങ്ങനെ ഒന്നും ഒരു വിഷയവുമില്ല. പകരം എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, എത്ര നാൾ കേരളത്തിൽ BJPയെ തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അധികം ഞാനില്ല ധനുഷേ. അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത്തവണ ഒരു സുരേന്ദ്രനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് SDPയെ പോലും പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് UDF എത്തി. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കൂ, അവിടെ അവർക്ക് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. എത്തി. പാലക്കാട് ചങ്കിടിച്ചാണ് അവർ നിൽക്കുന്നത്. പല മണ്ഡലങ്ങളിലും അങ്ങനെ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ അവരിലുള്ള ഭയം തുടങ്ങിക്കഴിഞ്ഞു BJP തടുത്തു നിർത്താൻ കഴിയില്ല എന്നുള്ളത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് BJP അത്ഭുതങ്ങളൊന്നും വരുത്തിയില്ലെങ്കിലും BJP തടഞ്ഞു നിർത്താൻ അധിക നാളൊന്നും ഇവർക്ക് കഴിയില്ല. സ്വാഭാവികമായി തന്നെ കഴിയില്ല. കാരണം നമുക്കറിയാം, ആ പാർട്ടി 2014 ജയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊരു പ്രതിഭാസമാണ്, മൻമോഹൻ സിംഗിന്റെ അഴിമതിയിൽ വിരുദ്ധരായ ഒരു വോട്ട് ചെയ്താണ്. 2019 അവർ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2024 അവർ ജയിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ രാജ്യത്ത് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരെ അവർ വലിയ രീതിയിൽ തന്നെ ജയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയെ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഇടതും വലതും ചേർന്ന് എത്ര നാൾ അവർക്ക് തടഞ്ഞു നിർത്താൻ കഴിയും? അതാണ് ഞാൻ ചോദിക്കുന്നത്. സിമ്പിൾ ആണ് ആ ഒരു കാര്യം. കാരണം ഇപ്പൊ തന്നെ പറ്റുന്നില്ല അവർക്ക്. ഇപ്പൊ തന്നെ ഏതാണ്ട് കേരളത്തിലെ 30 മണ്ഡലങ്ങളിൽ കൃത്യമായ മത്സരമാണ്. ഇവിടെ BJP അവരുടെ ആംഗിൾ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്താണ്ടല്ലോ, അവർ തീരുമാനിക്കും ഇടത് വേണോ വലത് വേണോ എന്നുള്ളത്. കാരണം അവർക്ക് ഈ പറയുന്ന 100 മണ്ഡലങ്ങളിൽ അവർക്ക് കൃത്യമായി തന്നെ ഒരു 10-15,000 വോട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. 86 മണ്ഡലങ്ങളുണ്ട് അവർക്ക് കൃത്യമായി തന്നെ. ആ 86 മണ്ഡലങ്ങൾ അവർക്ക് വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന, അവർ ജയിക്കുന്ന മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളിലെ ആ വോട്ട് ചെറുതായിട്ട് ഇടതോട്ടോ വലതോട്ടോ മാറ്റിയാൽ ഈ പറയുന്ന വർഗീയവാദികളും മറ്റുള്ളവരും എന്ത് ചെയ്യും? കാരണം അവരുടെ കയ്യിൽ ഇരിക്കത്തില്ലേ ബാക്കിയുള്ള നിയന്ത്രണങ്ങൾ? അവരത് ചെയ്യാൻ സാധ്യതയൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ച് വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ സാധനം. ഒരുപാട് നാളൊന്നും BJP തടഞ്ഞു നിർത്താൻ കേരളത്തിൽ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ നിയോജക മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയത് 750 താഴെ വോട്ടാണ്. ഇപ്പൊ 28,000 വോട്ടുണ്ട് ആ മണ്ഡലത്തില്. അപ്പം ആ ഒരു കാലം കൊണ്ട് വളർന്നത് 28,000 പേര്. അതിനെ ആർക്കെങ്കിലും തടയാൻ പറ്റൂ? ഈ 28,000 പിന്നെയും കൂടുമ്പോഴാണല്ലോ ആകുന്നത്. നിയമം എന്ന് പറയുന്ന മണ്ഡലം പണ്ട് BJPയുടെ പിക്ചറിലേ ഉണ്ടായിരുന്നില്ല. പാലക്കാട് പിന്നെ ഉണ്ട്. പാലക്കാടൊക്കെ ഈ അടുത്ത കാലത്ത് കയറി വന്നിട്ടുള്ള, ശോഭാ സുരേന്ദ്രനോടൊപ്പം മത്സരിച്ച് 2016 മത്സരിച്ച് കയറി വന്നിട്ടുള്ള മണ്ഡലങ്ങളാണ് അതൊക്കെ. മലമ്പുഴ, ചെങ്കോട്ട ആയിരുന്നില്ലേ? അവിടെ BJP വരും, 2ാം സ്ഥാനത്ത് വരുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? ചാത്തന്നൂർ ആരെങ്കിലും കേട്ടിരുന്ന മണ്ഡലമാണോ? ഈ പറയുന്ന ആറ്റിങ് ആരെങ്കിലും തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന മണ്ഡലമായിരുന്നു? വട്ടിയൂർക്കാവ് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു വാക്ക് അവിടെ ഉയർന്നു കേട്ടിരുന്നു? ഇങ്ങനെയൊക്കെയുള്ള കുറെ മണ്ഡലങ്ങളുണ്ട്. അവിടെ ഇപ്പൊ BJP വലിയ രീതിയിൽ തൃശ്ശൂർ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ 3 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, 2 സീറ്റ് കിട്ടും, എന്തോ ആയിക്കോട്ടെ, കിട്ടുമെന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. തൃപ്പൂണിത്തറയില് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയമായിരുന്നു ഈ സീറ്റ് എണ്ണുമ്പോൾ, ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം. പക്ഷെ ആദ്യം വരവറിയിച്ച മണ്ഡലം നഗരസഭ തൃപ്പൂണിത്തറയായിരുന്നു. തൃപ്പൂണിത്തറ ഭരണം പിടിച്ചതിന് ശേഷമാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ എല്ലാ റിസൾട്ടും പുറത്തു വന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അവർ മാറി. അവർക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് കരുതിയിടത്തൊക്കെ മാറി. ആലപ്പുഴയിൽ വന്ന മാറ്റം നമ്മൾ കണ്ണിന് കാണുന്ന കാര്യമല്ല. എന്തോ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇടതും വലതിലും മാറി ഇടം കൊടുത്ത മണ്ണിലല്ലേ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് 3 ലക്ഷത്തിൽ. അത് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥലമാണ്. വളരെ രസകരമായ സ്ഥലം. G. സുധാകരന്റെ ബൂത്ത്, കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ. VS-ന്റെ ബൂത്ത്, പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന, അതായത് പുന്നപ്ര വരാറുടെ രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്നിടത്തെ ബൂത്ത്, കൃഷ്ണപിള്ള സ്മാരകം നിൽക്കുന്നിടത്തെ വോട്ട്. അങ്ങനെ ചെങ്കോട്ടകളും പാർട്ടി ഗ്രാമത്തിലൊക്കെ അവർ 1ാം സ്ഥാനത്താണ്. കണ്ടല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത്, അതുവഴി അങ്ങോട്ട് ശോഭാ സുരേന്ദ്രൻ ഒറ്റ ദിവസമേ ഒരു വാഹന പ്രചരണ ജാഥയെ പങ്കെടുത്തുള്ളൂ. 1ാം സ്ഥാനം. ആ പഞ്ചായത്തിലും ഭൂരിപക്ഷം വോട്ടും അവർക്കാണ് കിട്ടിയത്. ഇപ്പൊ മാറുകയാണ്. ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒരുപക്ഷെ ഇത്തവണ കൂടി അവർക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി ഇവർ ഒന്നിച്ച് നിന്നാൽ മാത്രമേ BJP നേരിടാൻ അവർക്ക് കഴിയൂ.